ആലപ്പുഴ നൂറനാട് ആദിക്കാട്ടുകുളങ്ങരയിലെ CPM കുടിയൊഴിപ്പിക്കലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 7 വയസ്സുകാരിയായ മകൾക്ക് ഭക്ഷണം നൽകാൻ പോലും പാർട്ടിക്കാർ സമ്മതിച്ചില്ല എന്ന് കുട്ടികളുടെ മാതാവ് റജബ് പ്രതികരിച്ചു. വീട് വിട്ടിറങ്ങണമെന്നാവശ്യപ്പെട്ട ഗൃഹനാഥനെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളും ഇന്ന് പുറത്തു വന്നു. 2006-ൽ പട്ടയഭൂമിയായി നൽകിയ സ്ഥലം ഉടമസ്ഥൻ കൈമാറ്റം ചെയ്തതിനാലാണ് കുടുംബത്തെ ഇറക്കിവിട്ടത് എന്നാണ് CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം. കൈമാറ്റം ചട്ടവിരുദ്ധമെങ്കിൽ സർക്കാർ ഇടപെടട്ടെയെന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കുടുംബം പറയുന്നു. CPIM എന്തിന് തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ റജബ് ചോദിക്കുന്നു. 7 വയസ്സുകാരിയായ മകൾക്ക് ഭക്ഷണം നൽകാൻ പോലും പാർട്ടി നേതാക്കൾ അനുവദിച്ചില്ല എന്നും പരാതി. ഞങ്ങളുടെ കുഞ്ഞിന് ഇച്ചിരി ആഹാരം കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും അവർ കഥ തുറന്നു തന്നില്ല. പിന്നെ എന്റെ ഭർത്താവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി, പിന്നെ ഇവിടെ താമസിപ്പിക്കത്തില്ല, ഇനി ഇവിടെ താമസിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. എന്നെ എന്റെ മക്കളെയും കൂടെ 7 മണിക്കൂർ വരെ അവിടെ നിർത്തി ഭക്ഷണം കൊടുക്കാനോ കയറാനോ ഒന്നും പറ്റാതെ ഞങ്ങൾ പുറത്ത് മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കുഞ്ഞിനെയും കൊണ്ട്. സ്ഥല കൈമാറ്റമാണ് പ്രശ്നമെന്ന CPIM പ്രാദേശിക നേതൃത്വത്തിന്റെ വാദവും പൊളിഞ്ഞു. സാമ്പത്തിക തർക്കമാണ് നടപടിക്ക് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന ഭീഷണി ഫോൺ കോൾ പുറത്തായി. നിന്നോട് ആദ്യം പറഞ്ഞില്ലോടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ കയറി താമസിക്കാൻ പറ്റത്തില്ല, വാടകയ്ക്ക് പറ്റത്തില്ല, മേടിക്കാൻ പറ്റത്തില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലയോ? ഞാൻ മേടിച്ചില്ലല്ലോ. നീ വാടകയ്ക്കായാലും ഇവിടെ താമസിക്കാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലയോ? പൈസ കൊടുക്കാൻ. CPIM നടപടിയിൽ പ്രതിഷേധം വ്യാപകമാണ്. 24 ആലപ്പുഴ.